ഹലോ ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ഞാനെന്നുള്ളത് വട്ടിയൂർക്കാവ് തോപ്പുമുക്കിലുള്ള ABS ഹോട്ടലിലാണ്. ഇവിടെ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കിടിലൻ ബീഫും പോത്തും ചിക്കൻ പുരട്ടൊക്കെ ചേർത്ത് നമുക്ക് ഊണ് കഴിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ. ഈ കട രാവിലെ 3:30 സ്റ്റാർട്ട് ചെയ്യുന്ന കടയാണ്. ഈ കടയുള്ളത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. തോപ്പുമുക്കിൽ നിന്ന് കൊലശേരം പോകുന്ന റൂട്ടിലാണ് ഈ ABS ഹോട്ടലുള്ളത്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഞാൻ എത്തി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഊണിനാണ് ഇവിടെ കൂടുതലും തിരക്ക് കേട്ടോ. രാവിലെ 3:30 മണിക്ക് തുറക്കുന്ന കടയാണ്. വൈകുന്നേരം 3:30 മണിക്ക് അടയ്ക്കുകയും ചെയ്യും കേട്ടോ. പേര് ശ്രീകണ്ഠൻ നായർ. രാവിലെ 3:30 മണി തൊട്ട് ചായയും വടയാവും, 4 മണിക്ക് കഴിക്കാനാവും. വൈകുന്നേരം 3:30ക്ക് അടയ്ക്കും. ഉച്ചവരെ ഉള്ളൂ. രാവിലെ ഗോതമ്പൂട്ട്, അരിപ്പുട്ട്, പയറ് പപ്പടം, മുട്ടക്കറി, കടലക്കറി. 6 മണിക്ക് പോത്ത്, ബീഫ്, ചിക്കൻ പുരട്ട്. ചിക്കൻ കറി ഒരു 7 മണിയാകുമ്പോൾ ചിക്കൻ കറിയും ആവും. അപ്പം, ദോശ, പുട്ട്, പൊറോട്ട, അങ്ങനെ 6 മണിക്ക് പൊറോട്ടയാവും. ഉച്ചയ്ക്ക് ഊണ്, കപ്പ, മീൻ കറി, മീൻ ബിരിയാണി, പോത്ത് ബിരിയാണി, ചിക്കൻ ബിരിയാണി. തുടങ്ങിയിട്ട് 10 വർഷമായി. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഇവിടുത്തെ ഊണ് കഴിക്കാനാണ് കേട്ടോ. ഊണിൻ്റെ വില വരുന്നത് 60 രൂപയാണ്. അപ്പോൾ ഊണിൻ്റെ കൂടെ അത്യാവശ്യം തൊടുകറികൾ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്തെല്ലാം കറികളുണ്ടെന്ന് നോക്കാം. ഇത് ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറിയുടെ വില വരുന്നത് 90 രൂപയാണ്. പിന്നുള്ളത് അവരുടെ സ്പെഷ്യൽ ബീഫ് റോസ്റ്റാണ് കേട്ടോ. ബീഫ് റോസ്റ്റിൻ്റെ വില വരുന്നത് 100 രൂപയാണ്. ഇതാണ് അവരുടെ സ്പെഷ്യലായിട്ടുള്ള പോത്ത് റോസ്റ്റിൻ്റെ വില വരുന്നത് 120 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ടേസ്റ്റ് ചെയ്താണ് ഇന്നത്തെ ഇവിടുത്തെ ഊണ് കഴിക്കുന്നത്. നമ്മുടെ വട്ടിയൂർക്കാവ് ഭാഗത്ത് ഉച്ചയൂണിൻ്റെ കൂടെ പോത്ത് റോസ്റ്റൊക്കെ കിട്ടുന്ന ഈ ഒരു കടയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഊണും കറികളെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഊണിൻ്റെ കൂടെ കഴിക്കാൻ ഇറച്ചി ഐറ്റം മാത്രമല്ല, അത്യാവശ്യമുള്ള മീൻ വറുത്തതെല്ലാം അവരിവിടെ സർവ് ചെയ്യുന്നുണ്ട്. മീൻ കറിയും ഉണ്ട് കേട്ടോ. ഇന്നുള്ള മീനെന്ന് പറഞ്ഞാൽ അയലയും കൊഴിയാളയും നെത്തോലി വറുത്തതുമാണ്. മീനിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും വ്യത്യസ്തമായ റേറ്റ് ആയിരിക്കും കേട്ടോ. ഏകദേശം 2 മണിയോട് അടുപ്പിച്ച കേട്ടോ. അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. അപ്പോൾ എനിക്ക് വിളമ്പാൻ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കുള്ള കറികളാണ് ചേട്ടന് വിളമ്പുന്നത്. ഞാൻ പറഞ്ഞത് 1 പ്ലേറ്റ് ചിക്കൻ പുരട്ടും, പിന്നെ ബീഫ് റോസ്റ്റും, പിന്നെ അവരുടെ സ്പെഷ്യലായിട്ടുള്ള പോത്ത് റോസ്റ്റുമാണ് പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ ടേബിളിൽ കൊണ്ട് വിളമ്പി കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഒഴിഞ്ഞൊരു ടേബിളിൽ ചേട്ടൻ എനിക്ക് കഴിക്കേണ്ട ഊണും ഇറച്ചിയെല്ലാം കൊണ്ടുവച്ച കേട്ടോ. അപ്പോൾ ഊണിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കപ്പയും കൂടെ തന്നിട്ടുണ്ട്. കപ്പ നമുക്ക് അഡീഷണലും വാങ്ങിക്കാവുന്നതാണ്. അതിന് പ്ലേറ്റിന് സെപ്പറേറ്റ് പൈസ കൊടുത്താൽ മതി. അപ്പം ചോറിൻ്റെ കൂടെ നമ്മൾ സാധാരണ കഴിക്കുന്നത് എന്താണ്? പുളിശ്ശേരിയാണ്. അപ്പോൾ ലേശം പുളിശ്ശേരി വെച്ചേട്ടോ. പുളിശ്ശേരി വെച്ചിട്ട് ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് പറഞ്ഞില്ല, അവിടുത്തെ പോത്ത് റോസ്റ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ചൂടോടുകൂടിയാണ് അവർ ഇറച്ചിയെല്ലാം വിളമ്പുന്നത് കേട്ടോ. നല്ല ഗ്രേവിയുള്ള ഒരു ടൈപ്പിലാണ് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാ പുളിശ്ശേരിയും ചോറും ആ പോത്ത് റോസ്റ്റും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിച്ചേട്ടോ. ഒരു കിടിലൻ ടേസ്റ്റ് കേട്ടോ. പോത്ത് റോസ്റ്റിൻ്റെ മസാല വേറെ ലെവൽ ടേസ്റ്റാണ്. ഇതവരുടെ ബീഫ് റോസ്റ്റാണ്. ബീഫ് റോസ്റ്റും സെയിം മസാല ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ലേശം ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാട്ടോ. വെറൈറ്റി ടേസ്റ്റാണ്. പോത്ത് റോസ്റ്റിൻ്റെ മസാലയും ബീഫ് റോസ്റ്റിൻ്റെ മസാലയും സെപ്പറേറ്റ് ആണ് കേട്ടോ. ഡിഫറെൻറ്റ് ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും കേട്ടോ കഴിക്കുമ്പോൾ തന്നെ. ഇതവരുടെ ചിക്കൻ പെരട്ടാണ്. ചിക്കൻ പെരട്ടും അത്യാവശ്യമുള്ള ഗ്രേവിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലേശം ചിക്കൻ പെരട്ടും ചോറോട്ടും മിക്സ് ചെയ്ത് കഴിച്ചോട്ടോ. വേറെ ലെവൽ ടേസ്റ്റ് കേട്ടോ. ഈ ചിക്കൻ പെരട്ടിൻ്റെ മസാലയും വേറൊരു മസാല കേട്ടോ. ഈ 3 കറികളും ഡിഫറെൻറ്റ് മസാലയിലാണ് ചെയ്യുന്നത്. അത് നമുക്ക് കഴിച്ച് നോക്കുമ്പം കറക്റ്റായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അത്യാവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിലുള്ള ഇറച്ചിയായിരുന്നു അവർ വിളമ്പിയത്. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അവിടുത്തെ പോത്ത് റോസ്റ്റിൻ്റെ മസാലയാണ്. പോത്ത് റോസ്റ്റും ചോറും പുളിശ്ശേരിയും വേറെ ലെവലാണ് കേട്ടോ. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇത്ര നല്ല ഒരു പോത്ത് റോസ്റ്റ് കിട്ടുന്ന ഒരു കട ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞില്ല. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അത്യാവശ്യം നമുക്ക് വർത്തായിട്ടുള്ള ഒരു ഊണും ഇറച്ചി കറികളാണ്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല കിടിലൻ ഫുഡായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ പോത്തും ബീഫൊക്കെ വെച്ച് കഴിച്ചപ്പം വേറെ ലെവൽ ടേസ്റ്റാണ്. ചിക്കൻ പുരട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി മസാലയാണ്. ഈ 3 കറികളും സെപ്പറേറ്റ് മസാലയാണ്. നമുക്ക് അതിൻ്റെ ഡിഫറൻറ്റ് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്. അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ബൈ.